നമസ്കാരം. നിങ്ങളൊരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പർ ആണെങ്കിൽ മിക്കവാറും ഈയിടെയായിട്ട് ഗൂഗിൾ പ്ലേ കൺസോളിലൊരു മെസ്സേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? റീകമ്പൈൽ യുവർ ആപ്പ് വിത്ത് 16 KB നേറ്റീവ് ലൈബ്രറി അലൈൻമെന്റ് എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു മുന്നറിയിപ്പ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും എന്താണിത്, എന്റെ ആപ്പിനിത് ബാധകമാണോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. അതെ, ഈ മെസ്സേജ് ഇപ്പോൾ ഒരുപാട് ഡെവലപ്പർമാർക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ ഭാഗമാണിത്. അടിസ്ഥാനപരമായി ഡിവൈസുകളുടെ പെർഫോമൻസ് കൂട്ടാനുള്ളൊരു ശ്രമം, അത്രയുള്ളൂ. ശരിയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭാഷണത്തില് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. എന്താണ് ഈ 16 KB പേജ് സൈസ് അലൈൻമെന്റ്? എന്തിനാണ് ഗൂഗിൾ ഇപ്പോൾ ഇത് നിർബന്ധമാക്കുന്നത്? നിങ്ങളുടെ ആപ്പിന് ഈ മാറ്റം ആവശ്യമുണ്ടോ? എങ്ങനെ അറിയാം? ഉണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാക്കാം? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഡെവലപ്പർ ഗൈഡുകളും പിന്നെ കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോകളും വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, എന്താണ് ഈ പേജ് സൈസ്? സാധാരണ 4 KB ആയിരുന്നു, ഇപ്പൊ 16 KB ആവുന്നു. അതെന്തിനാണ്? തീർച്ചയായും അതുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറി, അതായത് റാം, മാനേജ് ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ടാണ്. ഈ ഓരോ ബ്ലോക്കിനെയും നമ്മൾ മെമ്മറി പേജ് എന്ന് വിളിക്കും. ഒരു ബുക്കിലെ പേജ് പോലെ തന്നെ. ഇതുവരെ മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും 4 KB 4 KB സൈസുള്ള പേജുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് പോലെയായിരുന്നു. ഓക്കെ, അപ്പോ പിന്നെ എന്തിനാണിപ്പോ ഈ മാറ്റം? 4 KB പോരായിരുന്നോ? പോരായ്മ എന്നല്ല, പക്ഷേ ടെക്നോളജി മാറിയപ്പോൾ ഫോണുകളിലെ റാം ഒരുപാട് കൂടിയില്ലേ. ഇപ്പോൾ 8 GB 12 GB എന്തിന് 16 GB റാമൊക്കെയുള്ള ഫോണുകൾ സാധാരണമായി. അപ്പോൾ ഇത്രയും വലിയ മെമ്മറിയെ ഈ ചെറിയ 4 KB പേജ് വെച്ച് മാനേജ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറേയേറെ പണിയുണ്ട്. ഓരോ കുഞ്ഞൻ പേജിൻ്റെയും കണക്ക് സൂക്ഷിക്കണം. ഇതൊരു ഓവർഹെഡാണ് സിസ്റ്റത്തിന്. അവിടെയാണ് ഈ 16 KB വരുന്നത്. പേജ് സൈസ് കൂട്ടുമ്പോൾ അതേ എഫേർട്ട് വെച്ച് സിസ്റ്റത്തിന് 4 ഇരട്ടി മെമ്മറി കൈകാര്യം ചെയ്യാം. ഇത് ഹാർഡ്വെയർ ലെവലിൽ തന്നെ വ്യത്യാസമുണ്ടാക്കും. ഉദാഹരണത്തിന് ഈ TLB എന്നൊരു സംഭവമുണ്ട്, ട്രാൻസ്ലേഷൻ ലുക്കസൈറ്റ് ബഫർ. മെമ്മറി അഡ്രസ് മാറ്റുന്നത് വേഗത്തിലാക്കുന്ന ഒരു ക്യാഷെയാണത്. 16 KB പേജ് ആകുമ്പോൾ ഈ TLBക്ക് ഒരു എൻട്രിയിൽ കൂടുതൽ മെമ്മറി കവർ ചെയ്യാൻ പറ്റും. അതുപോലെ MMU മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിനും പണി കുറയും. ശരി. അപ്പോ ഇതുകൊണ്ടൊക്കെ സാധാരണ യൂസർക്ക് എന്ത് ഗുണമാണ് കിട്ടുക, അല്ലെങ്കിൽ ഡെവലപ്പർക്ക്? ഉപയോക്താവിന് നേരിട്ട് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ വരും. ഗൂഗിൾ തന്നെ പറയുന്ന ചില കണക്കുകളുണ്ട്. 16 KB പേജ് സൈസുള്ള ഡിവൈസിൽ ആപ്പ് ലോഞ്ച് ടൈം കുറയാം. ചിലപ്പോൾ 30% വരെ വേഗത കൂടാം. പിന്നെ ബാറ്ററി ഉപയോഗം കുറയും. ഏകദേശം ഒരു 4.5% കുറവ് വരാം. ഓഹോ. ക്യാമറ പെട്ടെന്ന് സ്റ്റാർട്ടാവും, ഫോൺ ബൂട്ടാവുന്ന സമയം കുറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 5% തൊട്ട് 10% വരെ പെർഫോമൻസ് കൂടാം എന്നാണ് പറയുന്നത്. ഇത് സ്വാഭാവികമായും നിങ്ങളുടെ ആപ്പിനും നല്ലതാണ്. കാരണം ആപ്പ് സ്പീഡാവും, ബാറ്ററി കുറച്ചുപയോഗിക്കും. കൊള്ളാം. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ ഇത് നല്ലൊരു മാറ്റം തന്നെയാണല്ലോ. അപ്പോ ഈ പ്ലേ കൺസോളിലെ മുന്നറിയിപ്പ് വരാൻ കാരണം ആൻഡ്രോയിഡ് 15 ആണല്ലേ? അതെ, അതുതന്നെയാണ് പ്രധാന കാരണം. ആൻഡ്രോയിഡ് 15 തൊട്ടുള്ള OS പതിപ്പുകൾ ഈ 16 KB പേജ് സൈസ് ഒഫീഷ്യലായി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങാണ്. ഇതിനർത്ഥം ഇനി ഇറങ്ങുന്ന പ്രത്യേകിച്ച് വില കൂടിയ ഫോണുകളൊക്കെ 16 KB പേജ് സൈസിലായിരിക്കും ഒരു പക്ഷേ പ്രവർത്തിക്കുക. അപ്പോ പ്രശ്നം എവിടെയാണ്? എല്ലാ ആപ്പുകളും അങ്ങ് വർക്ക് ചെയ്യില്ലേ ഈ പുതിയ സിസ്റ്റത്തില്? അവിടെയാണ് ഈ നേറ്റീവ് കോഡിന്റെ കാര്യം വരുന്നത്. നിങ്ങളുടെ ആപ്പ് മുഴുവനായും ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെങ്കിൽ മിക്കവാറും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ കോഡ് റൺ ചെയ്യുന്നത് ART, അതായത് ആൻഡ്രോയിഡ് റൺ ടൈം എന്നൊരു വെർച്വൽ മെഷീനിലാണ്. അത് മെമ്മറി കാര്യങ്ങൾ ഒരുവിധം നോക്കിക്കോളും. പക്ഷെ നിങ്ങളുടെ ആപ്പിൽ നേറ്റീവ് കോഡ് ഉണ്ടെങ്കിൽ, അതായത് C++ പോലുള്ള ഭാഷകളിൽ NDT ഉപയോഗിച്ചെഴുതിയ ഭാഗങ്ങളുണ്ടെങ്കിൽ, NDK ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതെ, NDK ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ നേറ്റീവ് കോഡ് കമ്പൈൽ ചെയ്ത് .so ഫയലുകളായിട്ടാണ്, അതായത് നേറ്റീവ് ലൈബ്രറികളായിട്ടാണ് ആപ്പിൽ വരുന്നത്. ഈ .so ഫയലുകൾക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ELF ഫോർമാറ്റ്. ഇത് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ അതിലെ കോഡ് ഭാഗങ്ങൾ മെമ്മറി പേജിന്റെ തുടക്കത്തിലേക്ക് അലൈൻ ചെയ്യണം. ഓക്കേ, അപ്പൊ ഈ അലൈൻമെന്റ് ആണോ പ്രശ്നം? അതെ തന്നെ. പഴയ NDK ടൂളുകൾ വെച്ച് കമ്പൈൽ ചെയ്ത .so ഫയലുകൾ
4KB പേജ് ബൗണ്ടറിക്ക് അനുസരിച്ച് അലൈൻ ചെയ്ത രീതിയിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷേ 16KB പേജ് സൈസ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഈ 4KB അലൈൻമെൻറ്റ് പോരാ. സിസ്റ്റം 16KB ബൗണ്ടറി പ്രതീക്ഷിക്കും. അപ്പോൾ 4KB അലൈൻ ചെയ്ത കോഡ് ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് പ്രശ്നമാവും. മനസ്സിലായി. ഇത് ചിലപ്പോൾ ആപ്പ് ക്രാഷ് ആകാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ വരാൻ ഒക്കെ കാരണമാവും. അതുകൊണ്ടാണ് ഗൂഗിൾ പറയുന്നത് നേറ്റീവ് കോഡ് ഉണ്ടെങ്കിൽ പുതിയ NDK വെച്ച് 16KB അലൈൻമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റീകമ്പൈൽ ചെയ്യണമെന്ന്. വളരെ വ്യക്തമായി. അപ്പോ ഡെവലപ്പർ എന്ന നിലയ്ക്ക് എന്റെ ആപ്പിന് ഇത് ബാധകമാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കാം? എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, എല്ലാവരും ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ 100% ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷേ ഉറപ്പാക്കണം, നിങ്ങളുടെ ആപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി ലൈബ്രറിയിലോ നേറ്റീവ് കോഡ്, അതായത് .so ഫയൽ ഉണ്ടോ എന്ന്. അതെങ്ങനെ ഉറപ്പാക്കും? എന്റെ ആപ്പില് ഈ .so ഫയൽ ഉണ്ടോന്ന് നോക്കാൻ എളുപ്പവഴിയുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും 2 വഴികളുണ്ട്. ഒന്ന്, ഗൂഗിൾ പ്ലേ കൺസോൾ. ഇത് ഏറ്റവും എളുപ്പമാണ്. പ്ലേ കൺസോളിൽ നിങ്ങളുടെ ആപ്പ് തുറക്കുക. എന്നിട്ട് ഇടതുവശത്ത് ടെസ്റ്റ് ആൻഡ് റിലീസിന് താഴെ ആപ്പ് ബണ്ടിൽ എക്സ്പ്ലോറർ എടുക്കുക. അവിടെ ലേറ്റസ്റ്റ് റിലീസ് ബണ്ടിൽ സെലക്ട് ചെയ്യുക. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നേറ്റീവ് ലൈബ്രറീസ് എന്ന് കാണാം. അതിന്റെ അടുത്തായിട്ട് മെമ്മറി പേജ് സൈസ് എന്നൊരു ടാബും ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ട് 16KB എന്നാണെങ്കിൽ ഒരു പേടിയും വേണ്ട. ഓക്കെ. പക്ഷേ ഡസ് നോട്ട് സപ്പോർട്ട് 16KB എന്നാണ് കാണുന്നതെങ്കിൽ പണി വരുന്നുണ്ട്, മാറ്റങ്ങൾ ചെയ്യണം. അവിടെ തന്നെ ഏതൊക്കെ .so ഫയലാണ് പ്രശ്നമെന്നും ചിലപ്പോൾ കാണിക്കും. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ശരി, അത് നല്ല വഴി. ഇനി രണ്ടാമത്തെ വഴി ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ APK അനലൈസർ. നിങ്ങളുടെ ആപ്പ് ബിൽഡ് ചെയ്ത് കിട്ടുന്ന APK അല്ലെങ്കിൽ AAB ഫയൽ വെച്ച് നോക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ബിൽഡ് മെനുവിൽ അനലൈസ് APK എടുത്ത് നിങ്ങളുടെ ഫയൽ തുറക്കുക. അപ്പോൾ ഒരു വിൻഡോ വരും. അതിൽ ഫയൽ സ്ട്രക്ചർ കാണാം. അവിടെ ലിബ് എന്നൊരു ഫോൾഡർ ഉണ്ടോ നോക്കുക. ലിബ് ഫോൾഡർ? അതെ, ലിബ്. അതിനുള്ളിൽ ARM ABI V7A, ARM 64V8A എന്നൊക്കെ പറഞ്ഞ് ഓരോ ആർക്കിടെക്ചറിനുമുള്ള ഫോൾഡറുകൾ കാണും. അതിനകത്ത് .so എക്സ്റ്റൻഷനുള്ള ഫയലുകളുണ്ടോന്ന് നോക്കുക. ഈ ലിബ് ഫോൾഡറും .so ഫയലും കണ്ടാൽ ഉറപ്പിക്കാം നിങ്ങളുടെ ആപ്പിൽ നേറ്റീവ് കോഡുണ്ട്. അപ്പോൾ 16KB അലൈൻമെന്റ് നോക്കണം. ലിബ് ഫോൾഡറേ ഇല്ല അല്ലെങ്കിൽ .so ഫയലൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സേഫാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള വഴികൾ മനസ്സിലായി. ഇനി ഇത് ശരിയാക്കാൻ ഗൂഗിൾ എന്തെങ്കിലും ഡെഡ് ലൈൻ തന്നിട്ടുണ്ടോ? എപ്പോഴാണിത് നിർബന്ധമാവുക? ഉണ്ട്, ഡെഡ്ലൈൻ ഉണ്ട്. നവംബർ 1, 2025 അതാണ് തീയതി. അന്നു മുതൽ പ്ലേ സ്റ്റോറിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പുതിയ ആപ്പുകളും അതുപോലെ നിലവിലുള്ള ആപ്പുകളുടെ അപ്ഡേറ്റുകളും. ഒരു കണ്ടീഷനുണ്ട്, ആ ആപ്പ് ആൻഡ്രോയിഡ് 15 അതായത് API ലെവൽ 35 അല്ലെങ്കിൽ അതിന് മുകളിലുള്ളൊരു വേർഷനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടാർഗറ്റ് SDK 35+ ആണെങ്കിൽ. അതെ, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും 16KB പേജ് സൈസ് സപ്പോർട്ട് ചെയ്യണം. എന്നുവെച്ചാൽ 2025 നവംബറിന് ശേഷം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 15 ടാർഗറ്റ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് ഇറക്കണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്തേ പറ്റൂ. സമയം ഇനിയുമുണ്ട്, എന്നാലും നേരത്തെ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉടനെ ആൻഡ്രോയിഡ് 15 ടാർഗറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. ശരി, അപ്പോൾ എന്റെ ആപ്പില് നേറ്റീവ് കോഡ് ഉണ്ട്, 16KB സപ്പോർട്ട് ഇല്ല എന്നും ഞാൻ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്. ഇത് പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണോ? അല്ല, പൊതുവെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്പ് ബിൽഡ് ചെയ്യുന്ന ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും. 1. ആൻഡ്രോയിഡ് ഗ്രേഡൽ പ്ലഗിൻ AGP അപ്ഗ്രേഡ് ചെയ്യുക. AGP? അതെ, 16KB അലൈൻമെന്റ് സപ്പോർട്ട് വരുന്നത് AGPയുടെ പുതിയ വേർഷനുകളിലാണ്. നിങ്ങളുടെ പ്രോജക്റ്റിൽ AGP വേർഷൻ മിനിമം 8.5.1 എങ്കിലും ആവണം. ഏറ്റവും പുതിയ സ്റ്റേബിൾ വേർഷനിലേക്ക്, ഇപ്പോൾ 8X സീരീസിലെ ലേറ്റസ്റ്റിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ടൂൾസ് മെനുവിൽ AGP അപ്ഗ്രേഡ് അസിസ്റ്റന്റ് എന്നൊരു ടൂളുണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. അത് നിങ്ങളുടെ build.gradle ഫയലും അതിനു പറ്റിയ ഗ്രേഡൽ വേർഷനുമൊക്കെ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഒന്നാമത്തേത് AGP അപ്ഗ്രേഡ്. ഇനി രണ്ടാമത്തേത്? 2. NDK അപ്ഡേറ്റ് ചെയ്യുക. നേറ്റീവ് കോഡ് കമ്പൈൽ ചെയ്യുന്ന ടൂൾസെറ്റാണല്ലോ NDK. 16KB അലൈൻമെന്റ് ശരിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന NDK വേർഷൻ വേണം. മിനിമം NDK R28 വേണം. അതിന് മുകളിലുള്ളത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലേറ്റസ്റ്റ് തന്നെ ഉപയോഗിക്കുക.
നിങ്ങളുടെ ആപ്പ് മൊഡ്യൂളിന്റെ build.gradle ഫയലിൽ ആൻഡ്രോയിഡ് ബ്ലോക്കിനകത്ത് NDK വേർഷൻ യുവർ NDK വേർഷൻ എന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് ചേർക്കണം. ആ വേർഷൻ നമ്പർ എങ്ങനെ കിട്ടും? അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോവിലെ SDK മാനേജർ വഴി ഇൻസ്റ്റാൾ ചെയ്യാം. ടൂൾസ്, SDK മാനേജർ, SDK ടൂൾസ് ടാബിൽ പോയി NDK സൈഡ് ബൈ സൈഡ് സെലക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിൽ നിന്ന് വേർഷൻ നമ്പർ കിട്ടും. അതിവിടെ കൊടുക്കുക. ശരി. അപ്പോ AGP NDK. മൂന്നാമത്തേത് 3. ഡിപ്പെൻഡൻസികളും SDKകളും ലൈബ്രറികളും അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് പലപ്പോഴും മിസ്സാവാൻ സാധ്യതയുള്ളൊരു കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ ആപ്പ് നേരിട്ട് NDK ഉപയോഗിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി ലൈബ്രറി, ഉദാഹരണത്തിന് ഒരു ഗെയിം എഞ്ചിൻ, അല്ലെങ്കിൽ ഒരു അനലിറ്റിക്സ് SDK, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ലൈബ്രറി, അതിനകത്ത് നേറ്റീവ് കോഡ് ഉണ്ടാവാം. ആ ശരിയാണ്. അപ്പോൾ ആ ലൈബ്രറി ഉണ്ടാക്കിയവർ അവരുടെ ലൈബ്രറി 16 KB സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് എല്ലാ ഡിപ്പെൻഡൻസികളും ലൈബ്രറികളുമൊക്കെ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക എന്നതാണ്. build.gradle ഫയലിലെ ഡിപ്പെൻഡൻസീസ് ബ്ലോക്ക് നോക്കുക. ഏതെങ്കിലും ലൈബ്രറി പ്രശ്നമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെന്റേഷൻ നോക്കണം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടണം. ഓക്കെ. ഡിപ്പെൻഡൻസികളും അപ്ഡേറ്റ് ചെയ്യണം. ഇനി നാലാമത്തത് 4. SDK ടാർഗറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക. 16 KB പേജ് സൈസ് വരുന്നത് ആൻഡ്രോയിഡ് 15 API 35 മുതലാണല്ലോ. അതെ. അതുകൊണ്ട് നിങ്ങളുടെ കമ്പൈൽ സ്റ്റിക്കി വേർഷൻ മിനിമം 35 ആവണം. ഏറ്റവും പുതിയതിലേക്ക് ചിലപ്പോൾ 36 ഒക്കെ ഉണ്ടാവും. അതിലേക്ക് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. അതോടൊപ്പം നിങ്ങൾ ആൻഡ്രോയിഡ് 15 ഫീച്ചറുകൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2025 നവംബറിന് ശേഷം അപ്ഡേറ്റ് ഇറക്കണമെങ്കിൽ ടാർഗറ്റ് SDK വേർഷനും 35 അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് മാറ്റണം. ഓക്കെ. അപ്പോ ഈ 4 കാര്യങ്ങൾ AGP, NDK, ഡിപ്പെൻഡൻസീസ്, SDK വേർഷൻസ് ഇതൊക്കെ ശരിയാക്കി എന്നിട്ട് വെറുതെ ബിൽഡ് ചെയ്താൽ മതിയോ? അതെ. ഈ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആദ്യം പ്രോജക്റ്റ് ഗ്രേഡിൽ ഫയലുകളുമായിട്ടൊന്ന് സിങ്ക് ചെയ്യുക. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ആ സിങ്ക് ബട്ടൺ. അതിനുശേഷം ഒരു ക്ലീൻ പ്രോജക്റ്റ് ചെയ്യുക. ബിൽഡ് മെനുവിലുണ്ട്. എന്നിട്ടൊരു റീബിൽഡ് പ്രോജക്റ്റ് ചെയ്യുക. ഇത് പഴയ ക്യാഷെയൊക്കെ കളഞ്ഞ് പുതിയ സെറ്റിംഗ്സ് വെച്ചു തന്നെ ആപ്പ് ബിൽഡ് ആവുന്നു എന്ന് ഉറപ്പാക്കാനാണ്. എന്നിട്ട് പുതിയൊരു AAB ഫയൽ ജനറേറ്റ് ചെയ്യുക. ശരി, പുതിയ ബിൽഡ് റെഡി. ഇനി ഏറ്റവും പ്രധാനം, ഇതൊക്കെ ചെയ്തത് ശരിയായിട്ടുണ്ടോ, 16 KBയിൽ എന്റെ ആപ്പ് പൊട്ടുന്നില്ല എന്നൊക്കെ എങ്ങനെ ഉറപ്പാക്കും? ടെസ്റ്റിംഗ് അതെത്ര പ്രധാനമാണ്? ടെസ്റ്റിംഗ് വളരെ വളരെ പ്രധാനമാണ്. അത് നിർബന്ധമായും ചെയ്യണം. കാരണം നമ്മൾ ബിൽഡ് ടൂൾസിലും ഡിപ്പെൻഡൻസിയിലും ഒക്കെ മാറ്റം വരുത്തിയതല്ലേ. ചിലപ്പോൾ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ വരാം. 16 KB എൻവയോൺമെന്റിൽ ടെസ്റ്റ് ചെയ്യാൻ 2 പ്രധാന വഴികളുണ്ട്. ഒന്ന്, എമുലേറ്റർ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഒരു വെർച്വൽ ഡിവൈസ് AVD ഉണ്ടാക്കുക. സിസ്റ്റം ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ API ലെവൽ 35, ആൻഡ്രോയിഡ് 15 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരെണ്ണം എടുക്കുക. അവിടെ ലിസ്റ്റ് ചെയ്യുന്ന ഇമേജുകളിൽ ചിലതിന്റെ പേരിന്റെ കൂടെ 16 KB പേജ് സൈസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പിക്സൽ 8, പിക്സൽ 9 പ്രൊഫൈലുകളുടെ കൂടെ. അത് നോക്കി സെലക്ട് ചെയ്യണം. അതെ. അങ്ങനെയുള്ളൊരു ഇമേജ് വെച്ച് AVD ഉണ്ടാക്കി അതിൽ നിങ്ങളുടെ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓടിച്ചു നോക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ വഴി, ഫിസിക്കൽ ഡിവൈസ് വല്ലതും. അതെ, 2 ഫിസിക്കൽ ഡിവൈസ്. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പിക്സൽ 8 അല്ലെങ്കിൽ 9 പോലെയുള്ള 16 KB സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ടെസ്റ്റ് ചെയ്യാം. ഈ ഫോണുകളുടെ ഡെവലപ്പർ ഓപ്ഷൻസിൽ ബൂട്ട് വിത്ത് 16 KB പേജ് സൈസസ് എന്നോ അതുപോലത്തെ എന്തെങ്കിലും പേരിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഡെവലപ്പർ ഓപ്ഷൻസിൽ? അതെ. അത് ഓൺ ചെയ്ത് ഫോൺ റീബൂട്ട് ചെയ്താൽ ആ ഫോൺ പിന്നെ 16 KB മോഡിൽ വർക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് സാധാരണ പോലെ ഉപയോഗിച്ച് നോക്കുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആപ്പ് തുറക്കുന്നുണ്ടോന്ന് നോക്കിയാൽ മതിയാ? പോരാ, തീരെ പോരാ. ആപ്പ് തുറക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം. നിങ്ങളെ ആപ്പിലെ എല്ലാ പ്രധാനപ്പെട്ട ഫീച്ചറുകളും, പ്രത്യേകിച്ച് നേറ്റീവ് കോഡ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, ചിലപ്പോൾ ക്യാമറ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാഫിക്സ് റെൻഡറിംഗ്, കോംപ്ലക്സ് കണക്കുകൂട്ടലുകൾ ഒക്കെ, അതൊക്കെ ഈ 16 KB എൻവയോൺമെന്റിൽ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കണം. ക്രാഷ് ആവുന്നുണ്ടോ, ഫ്രീസ് ആവുന്നുണ്ടോ, പെർഫോമൻസ് കുറയുന്നുണ്ടോ, എന്തെങ്കിലും വിചിത്രമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നന്നായി നോക്കണം. ശരി ശരി. എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പുതിയ ബിൽഡ് പ്ലേ കൺസോളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. ഒരു നല്ല പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്ഷനിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ക്ലോസ്ഡ് ടെസ്റ്റിംഗ് ട്രാക്കിൽ കുറച്ചുപേർക്ക് കൊടുത്ത് ഫീഡ്ബാക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്, ഒരു സേഫ്റ്റിക്ക്. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോ
കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. 16 KB പേജ് സൈസ് അലൈൻമെന്റ് എന്നത് ആൻഡ്രോയിഡ് 15-ൽ വരുന്ന ഒരു മെമ്മറി മാനേജ്മെന്റ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇത് പ്രധാനമായും നേറ്റീവ് കോഡ്, അതായത് NDK ഉപയോഗിച്ച് .so ഫയലുകളുള്ള ആപ്പുകളെയാണ് ബാധിക്കുക. നിങ്ങളുടെ ആപ്പിന് ബാധകമാണോ എന്ന് പ്ലേ കൺസോൾ വഴിയോ APK അനലൈസർ വഴിയോ ചെക്ക് ചെയ്യാം. പരിഹാരം എന്നത് പ്രധാനമായിട്ടും AGP, NDK, ഡിപ്പെൻഡൻസികൾ, SDK വേർഷനുകളൊക്കെ ലേറ്റസ്റ്റ് ആക്കുക എന്നതാണ്. അതിനുശേഷം 16 KB എമുലേറ്ററിലോ ഡിവൈസിലോ നന്നായി ടെസ്റ്റ് ചെയ്യണം. ഡെഡ്ലൈൻ 2025 നവംബർ 1 ആണെങ്കിലും നേരത്തെ ചെയ്യുന്നത് നല്ലതാണ്. ഇത്രയല്ലേ ഉള്ളൂ. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഇത് ഡെവലപ്പർമാർക്ക് ഒരു ചെറിയ പണിയാണെന്ന് തോന്നാമെങ്കിലും ഇത് ആൻഡ്രോയിഡിന്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമായ ഒരു കാര്യമാണ്. അവസാനം ഇത് നിങ്ങളുടെ ആപ്പിന്റെ പെർഫോമൻസ് പുതിയ പവർഫുൾ ഡിവൈസുകളിൽ കൂട്ടാനേ സഹായിക്കൂ. അതുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്നതാണ് നല്ലത്. തീർച്ചയായും. നമ്മളിപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ സംസാരിച്ചു. ഇത് വേറൊരു ചിന്തയ്ക്കും വഴിവെക്കുന്നില്ലേ? അതായത് ഈ പേജ് സൈസ് പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും മെമ്മറി മാനേജ്മെന്റിന്റെയും ഒക്കെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ഡെവലപ്പർ എന്ന നിലയിൽ ഭാവിയിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടാക്കാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ഒരു പക്ഷേ ഇത്തരം മാറ്റങ്ങളെ ഒരു തടസ്സമായി കാണുന്നതിന് പകരം നമ്മുടെ അറിവ് കൂട്ടാനുള്ള ഒരു അവസരമായി കണ്ടുകൂടെ? അത് വളരെ നല്ലൊരു പോയിന്റാണ്. ശരിയാണ്. നമ്മൾ പലപ്പോഴും ഉയർന്ന തലത്തിലുള്ള ഫ്രെയിംവർക്കുകളിലും ലൈബ്രറികളിലുമൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലേ? പക്ഷേ അതിൻ്റെയൊക്കെ അടിയിലുള്ള കാര്യങ്ങൾ, ഈ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, OS എങ്ങനെയാണ് റിസോഴ്സ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവുന്നത് എപ്പോഴും നമ്മളെ നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാക്കാൻ സഹായിക്കും. തീർച്ചയായും പെർഫോമൻസ് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും നല്ല ഒപ്റ്റിമൈസ്ഡ് കോഡ് എഴുതാനുമൊക്കെ ഈ അടിസ്ഥാന അറിവ് വളരെ പ്രധാനമാണ്. ശരിയാണ്. അപ്പോ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് ബ്ലോഗും ഡോക്യുമെന്റേഷനുമൊക്കെ നോക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം. കേട്ടെല്ലാവർക്കും നന്ദി.